ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു പഡ്ഡു കഴിച്ചാലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ പഡ്ഡു എന്ന്. നമ്മുടെ പണിയാരം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ലേ, അതാണ് അതിൻ്റെ ഒരു കന്നഡ വേർഷനാണ് പഡ്ഡു എന്ന് പറയുന്നത്. ഇതിവിടെ കന്നഡക്കാരിവിടെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്നിങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ മല്ലേശ്വരത്തുള്ള 10th ക്രോസിലുള്ള ഒരു ഷോപ്പ് അവിചാരിതമായി അതിലെ വർഷങ്ങളായിട്ട് മല്ലേശ്വരം വഴി തേരാപ്പാര നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് അതിലെ പോയപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാനും ഒക്കെ കൂടെ അവിടെ കയറിയതാണ്. അപ്പോൾ അവരിങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ ഒന്ന് കണ്ടു. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു. അപ്പം ഒരു പ്ലേറ്റിന് 40 രൂപയാണ്. ഒരു പ്ലേറ്റിൽ 6 പീസ് വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും ഒരു ഉള്ളി ചട്നിയും അവർ തരുന്നത്. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ സംഭവം പുറത്ത് നല്ല മൊരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് 40 രൂപയ്ക്ക് അതൊക്കെ ശരിക്കും നല്ലൊരു ഇതായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവം അത് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. നമ്മുടെ ദോശമാവിനകത്തോട്ട് എണ്ണയിൽ വഴറ്റിയ ചെറുതായിട്ട് അരിഞ്ഞ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ദോശമാവിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ തൂത്ത് നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന പോലെ തന്നെ അങ്ങനെ മാവ് ഒഴിച്ച് മറിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് മൊരിച്ചെടുത്താൽ നമ്മുടെ പഡ്ഡു റെഡി. ഇതാണ് ശ്രീ വാസവി കോണ്ടിമെൻറ്റ്സ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മല്ലേശ്വരം 10th ക്രോസിൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് ഈ ഷോപ്പ് വരുന്നത്. അത് വൈകുന്നേരം 4 മണി തൊട്ട് 9 മണി വരെ ഉള്ളൂ. ഇത് വളരെ എല്ലായിടത്തും കിട്ടുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഇട്ടത്. ഇതുവരെ പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ആ വഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. ഒരിക്കലും ഒന്നും നഷ്ടമാകത്തില്ല. 40 രൂപയ്ക്ക് വളരെ ഇതായിട്ടുള്ളൊരു ഭക്ഷണം, നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമാണ്. വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഒരു മിഡിൽ ക്ലാസ് അടുക്കള.